മൻ സാറ ഖബരി വജബത് ലഹു ശഫാഅത്തി. എന്നെ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ എൻ്റെ ശഫാഅത്ത് നിർബന്ധമായി എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അരുളിയിട്ടുണ്ട്. മരണശേഷം എന്നെ സിയാറത്ത് ചെയ്യുന്നത് ജീവിതകാലത്ത് എന്നെ സിയാറത്ത് ചെയ്യുന്നതിന് തുല്യമാണെന്നും മുത്തു ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. മുത്തുനബിയെ സിയാറത്ത് ചെയ്യുന്നത് വളരെ അദബോടെയും ചിട്ടയോടെയുമാവണം. ജീവിതകാലത്ത് അവിടുത്തോട് പെരുമാറുന്ന അതേ ശൈലിയാണോ സിയാറത്ത് വേളയിലും പെരുമാറേണ്ടത്. സിയാറത്തിന്റെ സുന്നത്തായ രൂപം ഇങ്ങനെയാണ്: കുളിക്കുക, പുതിയ വസ്ത്രം ധരിക്കുക, സുഗന്ധം ഉപയോഗിക്കുക, മസ്ജിദുൻ നബവിയിൽ പ്രവേശിച്ച് റൗള ഷരീഫിലേക്ക് നീങ്ങുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിനും മിമ്പറക്കും ഇടയിലുള്ള സ്ഥലമാണ് റൗള ഷരീഫ്. അവിടെയുള്ള മിമ്പറിന്റെ അരികിൽ നിന്ന് തഹിയ്യത്ത് നിസ്കരിക്കുക. തഹിയ്യത്ത് നിസ്കാരം 2 റക്അത്ത് അല്ലാഹു തആലാക്ക് വേണ്ടി ഖിബ്ലക്ക് തിരിഞ്ഞ് ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്ത് ചെയ്താണ് ഇത് നിസ്കരിക്കേണ്ടത്. ആദ്യ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഖുൽ യാ അയ്യുഹൽ കാഫിറൂന എന്ന സൂറത്തും രണ്ടാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുമാണ് ഓതേണ്ടത്. നിസ്കാരശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യാൻ തന്ന ഭാഗ്യത്തിന് അല്ലാഹുവിന് നന്ദി പ്രകാശിപ്പിക്കുക. തുടർന്ന് തന്റെ സിയാറത്ത് സ്വീകരിക്കാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുക. ശേഷം റൗളയിൽ നിന്ന് ഇറങ്ങി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിന്റെ മുമ്പിലേക്ക് നീങ്ങുക. വളരെ ഒതുക്കത്തോടെയും അദബോടെയും താഴ്മയോടെയും തിക്കും തിരക്കും അർജന്റും കാണിക്കാതെ അടിവെച്ചാണ് മുന്നോട്ട് നീങ്ങേണ്ടത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന് നേരെയായി കാണുന്ന ദ്വാരത്തിന്റെ അടുത്തെത്തുമ്പോൾ വളരെ വിനയാന്വിതനായി ഖബർ ഷരീഫിലേക്ക് മുഖം തിരിച്ച് ദ്വാരത്തിലേക്ക് സൂക്ഷിച്ചു നോക്കാതെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന ശബ്ദം താഴ്ത്തി സലാം പറയുക. തുടർന്ന് തന്നോട് സലാം പറയാൻ ഏൽപ്പിച്ചവരുടെ സലാമും ഇതേ രൂപത്തിൽ പറയുക. ആ പവിത്രമായ സ്ഥലത്ത് വെച്ച് സെൽഫി എടുക്കാനോ മറ്റുള്ള രംഗം പകർത്താനോ സമയം കൊല്ലരുത്. ശേഷം അല്പം മുന്നോട്ട് പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുയുടെ മുഖത്തിന് നേരെയായി സ്ഥാപിച്ച ദ്വാരത്തിന്റെ അരികെ വെച്ച് അസ്സലാമു അലൈക യാ സയ്യിദിന അബൂബക്കർ സിദ്ദീഖ് എന്ന് സലാം പറയുക. ശേഷം വീണ്ടും മുന്നോട്ട് നീങ്ങി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തിന് നേരെ സ്ഥാപിച്ച ദ്വാരത്തിന്റെ അരികെ വെച്ച് അസ്സലാമു അലൈക യാ സയ്യിദിന ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് സലാം പറയുക. ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തിന് നേരെ സ്ഥാപിച്ച ദ്വാരത്തിന്റെ ഭാഗത്തേക്ക് മടങ്ങി വന്നു ആ ഭാഗത്തേക്ക് തന്നെ തിരിഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തവസ്സുലാക്കി ദുആ ചെയ്യുക. ചോദിക്കാനുള്ള മുഴുവൻ കാര്യങ്ങളും അവിടെ നിന്ന് ചോദിക്കുകയും ചെയ്യുക.